നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് എപ്പിസോഡുകളിലായിട്ട് ലാസ്റ്റ് പറഞ്ഞുകൊണ്ട് വരുന്നത് രേഖാശാസ്ത്രത്തെ പറ്റിയാണ്. അപ്പം ഇന്ന് ഏത് രീതിയിലുള്ള, അതായത് ഏത് ജാതിയിലുള്ള കരങ്ങളെ പറ്റിയാണ് സാർ പറയുന്നതെന്ന് കേൾക്കുക. നമുക്ക് സാറിനോട് ചോദിക്കാം. 7 ജാതി കരങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇന്ന് 3ാമത്തെ ജാതി കയ്യെക്കുറിച്ചാണ് നമ്മൾ നോക്കണേ. 3ാമത്തെ ജാതി കയ്യ് എന്ന് പറയുന്നത് സ്തൂപിക ജാതി കയ്യാണ്. അപ്പോൾ സ്തൂപിക ജാതി കയ്യ് സാധാരണയായി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കൂടുതൽ പേർക്കും സ്ത്രീകൾക്ക് വരുന്ന കൈയാണ് സ്തൂപികാകൃതി കൈ. സ്ത്രീകൾക്കാണ് കൂടുതലായിട്ട് സ്തൂപിക കൈ കാണാറുള്ളത്. ഒരു 90% സ്ത്രീകൾക്കാണ് കാണാറുള്ളത്. അപ്പോൾ സ്തൂപിക കൈയെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? ശരിക്കും നമ്മൾ കൈയുടെ കൈ അല്ലെങ്കിൽ ഉൾഭാഗമൊക്കെ നോക്കുമ്പോൾ ശരിക്കും ചതുരാകൃതി പോലെ ഒക്കെ തോന്നാം. നല്ല കാഴ്ച, നല്ല സൗന്ദര്യമുള്ള കൈയാണ് സ്തൂപികാകൃതി കൈ. സ്ത്രീകൾക്ക് വന്നതുകൊണ്ട്, സ്ത്രീക്ക് കൂടുതലായിട്ട് വരുന്നത് കൊണ്ടും ആവാം, കൈക്ക് നല്ല സൗന്ദര്യമുള്ള കൈയാണ് സ്തൂപികാകൃതി കൈ. അത് പുരുഷന് വന്നാലും അങ്ങനെ തന്നെ. അപ്പോൾ കൈയുടെ ഉൾഭാഗം നോക്കുമ്പോൾ ചതുരാകൃതിയിലിരിക്കുമെങ്കിലും വിരലുകളാവിട്ട് വളരെ നീളമേറിയ വിരലുകളായിരിക്കും, നല്ല കൂർത്ത വിരലുകൾ. സ്തൂപികം, കോണിക്കൽ ഷേപ്പ് ഹാൻഡ്സ്. ഇപ്പോൾ പിക്ചറിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, ആ പിക്ചർ നിങ്ങൾ പരിശോധിക്കുക. അപ്പോൾ നല്ല സ്തൂപികാകൃതി കൈക്കാർ നല്ല നീളമേറിയ വിരലുകൾ, വിരലഗ്രം തന്നെ നല്ല കൂർത്തിരിക്കും. അതുപോലെ നഖങ്ങളും നല്ല നീളമേറിയ നഖങ്ങൾ, നല്ല കൂർത്ത നഖം. അപ്പോൾ നമ്മൾ കാഴ്ചയിൽ തന്നെ നല്ല ഒരു ഭംഗിയുള്ള കൈ. അപ്പോൾ കൈ നമുക്ക് കണ്ടുപിടിക്കാൻ സ്തൂപിക കൈയും വളരെ എളുപ്പമാണ്. അപ്പോൾ സ്തൂപികാകൃതി കൈക്കാർക്ക് കുറേ പ്രത്യേകതകളുണ്ട്. എല്ലാ ജാതി കൈക്കും ഉണ്ട് പ്രത്യേകത. അപ്പോൾ സ്തൂപികാകൃതി കൈക്കാർക്ക് ഉള്ള പ്രത്യേകത, അവർ പൊതുവേ വളരെ അഭിമാനികളാണ്. സാധാരണയായി അവർ 3 വിരൽ ചലിപ്പിച്ച് ജീവിക്കും. 3 വിരൽ ചലിപ്പിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരിടത്ത് ഇരുന്നുകൊണ്ടുള്ള ജോലികൾ ചെയ്യാനാണ് കൂടുതൽ താല്പര്യം കാണിക്കണേ. സാധാരണ സ്ത്രീകളിൽ നല്ലൊരു ശതമാനം പേരും, അതുപോലെ ഹൈ ഓഫീസേഴ്സ്, ഡോക്ടേഴ്സ്, അതുപോലെ ഉയർന്ന ഉദ്യോഗം വഹിക്കുന്നവർ ഒക്കെ സ്തൂപിക കൈ വരുന്ന വളരെ ഓഫീസേഴ്സിനൊക്കെ വരുന്ന കൈയാണ് സ്തൂപികം. അവർ 3 വിരൽ ചലിപ്പിച്ച് ജീവിക്കും. എന്തെങ്കിലും എഴുതിയാൽ അത് ഓർഡറായിത്തീരും. വക്കീലമാരിൽ തന്നെ ജഡ്ജൊക്കെ ആയിരിക്കുന്ന നല്ലൊരു ശതമാനം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ സ്തൂപിക കൈ, അവരെന്തെങ്കിലും ഓർഡർ എഴുതിയാൽ അത് ഓർഡറായിത്തീരും. അതുപോലെ ഹൈ ഓഫീസേഴ്സിന് വരുന്ന കൈയാണ് സ്തൂപികാകൃതി കൈ. ഏറ്റവും കൂടുതൽ ഔദ്യോഗിക ജീവിതം നയിക്കാൻ വിധിക്കപ്പെട്ടവർക്ക് വരുന്ന കൈയാണ് സ്തൂപികാകൃതി കൈ. ഒരു ഔദ്യോഗിക ജീവിതം നയിക്കും. അപ്പോൾ സ്തൂപിക കൈക്കാരെ പഠിപ്പിച്ചാൽ അവർ വേസ്റ്റായി പോകുന്നുള്ള ഒരു പേടി വേണ്ട. അപ്പോൾ അവരെ എന്ത് പഠിപ്പിക്കണം? അപ്പോൾ നല്ല ഉയർന്ന വിദ്യാഭ്യാസം കൊടുത്ത് അവർ ടെക്നിക്കൽ സൈഡിലല്ല ശോഭിക്കുന്നത്. അവർ ടെക്നിക്കലായിട്ട് തിരിച്ചുകൊണ്ട് പോയാൽ അതുകൊണ്ട് വലിയ കാര്യമില്ല. അവരെ നല്ല ഡിഗ്രിയൊക്കെ എടുത്തിട്ട് PG ഒക്കെ എടുപ്പിച്ച് വളരെ ഓഫീസർ ലെവലിൽ അവരെ കൊണ്ടുപോകണം. അങ്ങനെ അവർ ഔദ്യോഗിക ജീവിതം നയിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അത് വളരെ ഓഫീസേഴ്സിന് വരുന്നതാണ്. നല്ലൊരു ശതമാനം സ്ത്രീകളിലും സിവിൽ സർവീസിലൊക്കെ ശോഭിച്ചവർ ഞാൻ കണ്ടിട്ടുണ്ട് സ്തൂപിക കൈയായിട്ട്. അതുപോലെ വളരെ ചാർട്ടേഡ് അക്കൗണ്ടായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ ചതുര കൈക്കാരുടെ ഒരു വിഭാഗത്തിൽപ്പെട്ടവർ സ്തൂപിക കൈക്കാർ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, സ്ത്രീകളും പുരുഷന്മാരും. കാരണം അത്ര ഉയർന്ന നിലയിൽ എത്തിച്ചേരാൻ വിധിക്കപ്പെട്ടവർക്ക് വരുന്ന കൈ തന്നെയാണ്. മറ്റൊന്ന്, അവർക്കുള്ള മറ്റ് ചില പ്രത്യേകതകൾ, അവർ 3 വിരൽ ചലിപ്പിച്ച് ജീവിക്കും. പൊതുവേ അവർ ശുഭ്ര വസ്ത്രധാരിയായിട്ട് നടക്കും. അവരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവർ വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കും.
ഇന്നിടുന്ന തുണി നാളെ ഇടാതിരിക്കുക എന്ത് വഴി എന്ന് നോക്കും. നല്ല നീറ്റായിട്ട് വസ്ത്രം ധരിക്കണം. ആഹാരം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല നീറ്റായിട്ട് വസ്ത്രധാരണം നടത്തും. ആഹാരത്തിന് മിതത്വം പാലിക്കും. മിതത്വം എന്ന് പറഞ്ഞാൽ ആഹാരം കഴിക്കില്ല എന്നല്ല, നല്ല ആഹാരം കിട്ടണം. എന്തെങ്കിലും കൊടുത്താൽ അവർ കഴിക്കില്ല. നല്ല ടേസ്റ്റി ഫുഡായിരിക്കണം, ലിമിറ്റഡ് ഫുഡ് മതി. അപ്പോൾ നല്ല ആഹാരത്തിന് മിതത്വം പാലിക്കും. നല്ല ആഹാരം കിട്ടണം, നല്ല വസ്ത്രധാരണം, എവിടെയും അവർക്ക് റെസ്പെക്റ്റ് കിട്ടണം. അപ്പോൾ ഒരു സ്ഥലത്ത് പോയാൽ അവർക്ക് അവിടെ റെസ്പെക്റ്റ് കിട്ടിയില്ലെങ്കിൽ പതുക്കെ അവരൊന്ന് മുങ്ങാൻ നോക്കും. അവിടെ ഇടിച്ചു കയറി നിൽക്കാൻ അവർ നിൽക്കത്തില്ല, പെട്ടെന്ന് സങ്കടം വരും. അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ വളരെ മടിയുള്ളവരാണ് സ്തൂപിയ കൈക്കാർ. ഹാർഡ് വർക്ക് എന്ന് ഞാൻ പറയുന്നത് ഫിസിക്കൽ വർക്കിനെ ഉദ്ദേശിച്ചിട്ടാണ്. ശരീരവ്യയം ചെയ്യുന്ന ജോലികൾ ആകിൽ അവർ ചെയ്യാൻ മടിയുള്ളവരാണ്. ഒരിക്കൽ തൂത്തത് തന്നെ ഒരിക്കൽ കൂടി തൂക്കേണ്ടി വന്നാൽ അവരുടെ സ്വഭാവം മാറുമെന്നാണ്. അപ്പോൾ ഫിസിക്കൽ വർക്ക് ചെയ്യാൻ വളരെ മടിയാണ്. ദേഹവ്യയം ചെയ്യുന്ന ജോലികൾ ചെയ്യൂല. പക്ഷേ ഓഫീസ് വർക്കുകളോ അതൊക്കെ ചെയ്യാനായിട്ട് അവർ വളരെ ഇൻട്രസ്റ്റ് ഉള്ളവരാണ്. എത്ര സമയം വേണോ മെനക്കെട്ടിരുന്ന് അതൊക്കെ ചെയ്യും. പക്ഷേ ഫിസിക്കൽ വർക്ക് ചെയ്യാൻ വളരെ മടിയാണ്. മാത്രമല്ല, മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ ഇത്രയും കഴിവുള്ളവരില്ല. ഒരു മറ്റുള്ളവർക്ക് നിർദ്ദേശം കൊടുക്കാൻ, ജോലി ചെയ്യിപ്പിക്കാൻ വളരെ കഴിവുള്ളവരാണ് സ്തൂപികാകൃതി കൈക്കാർ. അഡ്മിനിസ്ട്രേഷൻ പവറുള്ളവരാണ്, മാനേജിങ് പവറുള്ളവരാണ്. സാധാരണ ബാങ്ക് ഓഫീസേഴ്സ്, അതുപോലെ മാനേജിങ് പവറുള്ള നിലയിൽ ഇരിക്കുന്നവർ നല്ലൊരു ശതമാനവും സ്തൂപിയ കൈയാണ്. അപ്പോൾ നമുക്ക് പ്രായമോ ബാക്കി കാര്യങ്ങളോ, ഇപ്പോൾ വീട്ടിൽ തന്നെ സ്തൂപിയ കൈയുള്ള ഒരു മോളുണ്ടെന്ന് വെച്ചോളുക. ചിലപ്പോൾ അവരുടെ മൂത്ത ആൾക്കാരൊക്കെ ചതുരമോ ചട്ടുവോ ജാതി കയ്യിലുള്ളവരായിരിക്കാം. ഈ സ്തൂപിയ കൈക്കാർ എന്ത് ചെയ്യും? ചേച്ചിയെന്നോ അമ്മയെന്നോ അച്ഛനെന്നോ ഒന്നുമില്ല, അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും. അമ്മ അതിങ്ങെടുത്തോണ്ട് വരുമോ, അല്ലെങ്കിൽ ചേട്ടാ അതിങ്ങെടുത്തോണ്ട് വരുമോ, അച്ഛ അതിങ്ങെടുത്തോണ്ട് വരുമോ, അവൾ മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും. എല്ലാവരെയും സോപ്പിട്ട് കാര്യങ്ങൾ നടത്താൻ വളരെ മിടുക്കിയാണ്. അതുപോലെ കലാമേഖലയിൽ, കായികമല്ല കലാമേഖലയിൽ ഏറ്റവും ശോഭിക്കുന്നവരാണ് സ്തൂപിയ കൈക്കാർ. അത് ഡാൻസ് ആവട്ടെ, അഭിനയം ആവട്ടെ, വരപ്പാവട്ടെ, അതുപോലെ എഴുത്താവട്ടെ, കലാപരമായിട്ട് ഏറ്റവും കൂടുതൽ ശോഭിക്കുന്നവരാണ് സ്തൂപിയ കൈക്കാർ. അപ്പോൾ സ്തൂപികാകൃതി കയ്യിൽ നമുക്കൊരു കുഞ്ഞ് ജനിച്ചു, അവളെ കൈ സ്തൂപികമാണ്. അവൾക്ക് കലയിലൂടെ പോകാനാണ് താല്പര്യം. അവളെ തിരിച്ചു വിട്ടാൽ അവൾ കലയിൽ ശോഭിക്കും, അവൾ കലാകാരിയാവും, അതിന് സംശയം വേണ്ട. ആ വഴിയിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരാൾ കലയിലേക്ക് പോവുകയാണെങ്കിൽ കല വഴിയിലായി പോവും, നമുക്കതുകൊണ്ട് ഗുണമില്ലാതെയും പോകും. അതുപോലെ അവൾക്ക് നല്ല ഓഫീസർ ലെവലിലേക്കോ അല്ലെങ്കിൽ ബാങ്കിങ് മേഖലയിലേക്കോ ഒക്കെ പോകാനാണ് യോഗം, അങ്ങനെയാണ് താല്പര്യമെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അവളെ പഠിപ്പിച്ച് അയക്കാം. കാരണം അവൾ ഔദ്യോഗികമായിട്ട് ഉയർന്ന സ്ഥാനത്ത് എത്തിച്ചേരും എന്നുള്ളതിന് യാതൊരുവിധ സംശയം വേണ്ട. അപ്പോൾ സ്തൂപികാകൃതി കൈയാണ് നമ്മളെ കുട്ടിക്കോ നമ്മളെ വീട്ടിലുള്ളവർക്കോ ഉണ്ടെങ്കിൽ അവരെ അത് മനസ്സിലാക്കുക. കാരണം സ്തൂപിയ കൈക്കാർ വളരെ സെൻസിറ്റീവായിട്ടുള്ളവരാണ്. പെട്ടെന്ന് സങ്കടം വരും. വളരെ സ്നേഹമുള്ളവരൊക്കെയാണ്, പക്ഷെ അവർക്ക് അവർ വളരെ സെൻസിറ്റീവാണ്. പെട്ടെന്ന് സങ്കടം വരും. ചെറിയ കാര്യങ്ങളിൽ തന്നെ അവർ ഡൗൺ ആവും. അതുകൊണ്ട് അവരെ സ്നേഹഭാവത്തിൽ കൊണ്ടുപോകാൻ ശ്രമിക്കണം, അവരെ മനസ്സിലാക്കി കൊണ്ടുപോകണം. എന്ത് സപ്പോർട്ട് വേണോ അവർ ചെയ്യും. അപ്പോൾ അത്രയ്ക്ക് പ്രത്യേകതയുള്ളവർക്ക് വരുന്ന കൈയാണ് ശരിക്ക് സ്തൂപികാകൃതി കൈ. അപ്പോൾ ഈ ജാതി കൈയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഇത്തരത്തിലൊരു കൈയുണ്ടെങ്കിൽ അവരെ പ്ലാൻ ചെയ്ത് ഞാൻ ഈ പറഞ്ഞ മേഖലയിൽ ഏതിലെങ്കിലും അവരെ തിരിച്ച് കൊണ്ടുപോവുക. ഇന്ന് സാറ് പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ ജാതി കരങ്ങളെ പറ്റിയാണ്. എല്ലാം എന്തെങ്കിലും നിങ്ങൾക്ക് ഹസ്തരേഖയെ പറ്റി കൂടുതൽ അറിയാനെ കൊണ്ട് താല്പര്യമുണ്ടെങ്കിൽ സാറിൻ്റെ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. സാറിനെ നേരിട്ട് കാണുന്നതിന് തിരുവനന്തപുരത്ത് വഴുതക്കാട് സാറിൻ്റെ ഓഫീസുണ്ട്.
അവിടെ വരുന്നതിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യേണ്ടതാണ്. ബുക്ക് ചെയ്യേണ്ട നമ്പർ 9847064540. അതേപോലെ തന്നെ സാറിൻ്റെ പേഴ്സണൽ നമ്പർ ഓൺലൈൻ കൺസൾട്ടേഷന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആ നമ്പർ കാണിച്ചിട്ടുണ്ട്. ആ നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് കൊടുക്കുക. കൺസൾട്ടേഷൻ്റെ പ്രൊസീജിയർ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. സാറിൻ്റെ പേഴ്സണൽ നമ്പർ ആയതുകൊണ്ട് സാർ കോൾ അറ്റൻഡ് ചെയ്യത്തില്ല, പക്ഷേ വാട്സപ്പിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മറുപടി കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ സാർ വിദേശ മലയാളികൾക്ക് വേണ്ടിയിട്ട് ദുബായിൽ കൺസൾട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ദുബായിൽ കരാമ എന്ന് പറയുന്ന സ്ഥലത്ത് പൂജാസ് ജ്വല്ലറി എന്ന് പറയുന്ന സാറിൻ്റെ ഓഫീസുണ്ട്. അവിടെയും നിങ്ങൾക്ക് സാറിനെ നേരിട്ട് പോയി കാണാവുന്നതാണ്. അതിനുവേണ്ടി ബുക്ക് ചെയ്യേണ്ട നമ്പറും ഇതിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായിട്ട് നമ്മൾ രേഖാശാസ്ത്രത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും കാണുക. കണ്ടതിന് ശേഷം ഇത് കാണുന്നത് നന്നായിരിക്കും, കാരണം കുറച്ചുകൂടെ നിങ്ങൾക്ക് വ്യക്തത വരും. ഒപ്പം നിങ്ങൾക്ക് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, കാരണം ഇതൊരു കണ്ടിന്യൂഷനാണ് ഹസ്തരേഖയെ പറ്റി. അതുകൊണ്ട് അടുത്ത എപ്പിസോഡ് വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.